ഹായ് പുതിയൊരു സാർ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ലീഡർമാരുടെയും പേരൊന്നും എടുത്ത് പറയണ്ട, പേരിലൊന്നും പ്രസക്തിയില്ല. ഇപ്പം ആരായാലും ഒരാളെ ചേർത്താലും ചേർത്തില്ലെങ്കിലും അവനെ ലീഡർമാരെന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണ് പൈററ്റ്സിന്റെ കാര്യങ്ങൾ. അപ്പോൾ പൈററ്റ്സിന്റെ വലിയൊരു ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് 420 ഇട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പൂട്ടുന്നതിന്റെ തലേന്ന് വരെ പൈസ ഒന്നുമില്ലേ, പിന്നെ എങ്ങനെയാണ് അതിൽ ചതി ഉണ്ടാകുന്നത്? എന്നാൽ പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളൊക്കെ ഈ കമ്പനിയിൽ ചേർന്നിരുന്നത് ഇത് വലിയൊരു ബിസിനസ് നടത്തുകയാണെന്നും അതിൽ നിന്ന് വലിയ തോതിൽ സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം, അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് 699 സൂപ്പർ മാർക്കറ്റുകളുണ്ടെന്നും അതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുമാനം ഡെയിലി ഉണ്ടാകുന്നുണ്ടെന്നും അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി, അതാണ് ആ വേർഡ് പറയണം, പകുതി എടുത്തിട്ടാണ് നിങ്ങൾക്കൊക്കെ പൂളിംഗമായിട്ട് തരുന്നതെന്നും പറഞ്ഞിട്ടാണ് വലിയ വലിയ ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വിദേശത്തുള്ള ആൾക്കാർ, പ്രവാസികൾ എല്ലാവരും തന്നെ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചതിയിൽപ്പെട്ടിട്ടാണ്. സൂപ്പർ മാർക്കറ്റുകളുടെ ഇത്രയധികം സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്നും അവിടെയൊക്കെ വലിയ കോടിക്കണക്കിന് ലുലുവൊക്കെ തോറ്റുപോയെന്നും ഭയങ്കര വരുമാനമാണെന്നും അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആഴ്ചക്ക് 100 രൂപ തരുന്നതെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് നിങ്ങളെ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നെയാണ് മനസ്സിലായത് മണി ചെയിൻ ചെയ്തിട്ടാണ്. മണി ചെയിൻ എന്ന് ഒരു സാധാരണ കൂലിപ്പണി എടുത്തിട്ട് ഈ കുടുംബം പോറ്റുന്നവന് പോലും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നിൽക്കൂല എന്നുള്ളതാണ്. ഈ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ നിൽക്കും, അവർക്ക് പിന്നെ അത് പ്രശ്നമല്ലല്ലോ. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്യുന്നവരല്ലാതെ ഒരു സാധാരണക്കാരനും ഇത് മണി ചെയിൻ ആണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നിൽക്കൂല. അപ്പോൾ അത് തന്നെയാണ് വലിയ ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ മണി ചെയിനെ മറച്ചു പിടിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭമാണ് നിങ്ങൾക്ക് തന്നിരുന്നത് എന്ന് പറഞ്ഞ് പറ്റിച്ച് സമൂഹത്തിൽ തന്നെ അപമാനിതരാക്കി ഈ മണി ചെയിൻ ചെയ്തിട്ടാണ് ഈ മണി ചെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ച് അവരുടെ സമൂഹത്തിൽ തന്നെയുള്ള ആ ഒരു ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞാണ്, നമ്മളൊക്കെ ഈ നാട്ടിലെ കുറച്ച് ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ കുറച്ചൊരു മാതൃകയിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ എങ്കിൽ ഇവന്മാർ നമ്മളെ നാണം കെടുത്തിക്കളഞ്ഞ് ഈ ഒരു കമ്പനി മണി ചെയിനാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ നാണം കെടുത്തിക്കളഞ്ഞ് ഈ കമ്പനിയിലാണല്ലോ നിങ്ങളൊക്കെ പോലെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പ്രവർത്തിച്ചിരുന്നത് എന്ന് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. എനിക്ക് ബന്ധമുള്ള ഒരു 20 ലക്ഷം ഇട്ട ഒരു ആളുണ്ട്. അവർ പറഞ്ഞത് കേസ് കൊടുക്കാൻ നാണക്കേടാണ് ഈ കമ്പനി, ആ പൈസ പോട്ടെ, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ നമ്മളെ പൈസ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും നാണക്കേടാണ്. അതുകൊണ്ട് കേസിനൊന്നും പോയിട്ട് നാണം കെടാനില്ല, പൈസ പോയത് നമ്മൾ സഹിച്ചോളാം എന്നുള്ളതാണ്. അവർക്ക് അറിയാം ഇത് തട്ടിപ്പായിരുന്നു, ഇത് മണി ചെയിനാണ് എന്ന്. അപ്പോൾ മണി ചെയിനാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ചഫ്വാൻ ലീഡർ പറഞ്ഞ പോലെ പോൺസി സ്കീം, മണി ചെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോൺസി സ്കീം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് 420 ഇടേണ്ട ആവശ്യം. ഓക്കെ, ബൈ.